ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമുക്ക് ആ വചനം ശ്രവിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 47 മുതലുള്ള തിരുവചനം. നസറനായ യേശുവാണ് കടന്നു പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശു പോകുമ്പോൾ ഒരു അന്ധൻ വഴിയിലിരുന്ന് പിച്ച യാചിക്കുകയാണ്. അപ്പോൾ അവന് കണ്ണ് കണ്ടുകൂടാ. അവൻ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അവന് കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ വഴിയരികിലിരുന്നുണ്ട് ഉച്ചത്തിൽ വിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമ്മളും ഇതുപോലെ വിളിക്കണം. അടുത്ത് നിൽക്കുന്നവർ കേൾക്കും, അവരെഴുതും പറയുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ കരുതരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഈ അന്ധനെ ശാസിക്കുകയാണ് കൂടെ പോയിരുന്നവർ, മുണ്ടാണ്ടിരിക്കെ ഗുരു കടന്നു പോകുന്നു. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. അവൻ കണ്ണു കണ്ടുകൂടാ. അവൻ ശ്രദ്ധിക്കണത് കാലൊച്ചയാണ്. ആരും മിണ്ടാതെ നിശബ്ദമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലൊച്ച അകന്ന് പോണ കാണുമ്പോൾ അവന് മനസ്സിലായി, യേശു അകന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും ഈ വഴിയെ വരില്ല. എന്നാൽ അവനെ ശാസിച്ചപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഉറക്കെ വിളിച്ചു. നിശബ്ദനായിരിക്കുവാൻ പലരും പറഞ്ഞു, ശകരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഉറക്കെ വിളിച്ചു. യേശു കേൾക്കുന്നുണ്ട്, പക്ഷെ യേശു നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത്. നമ്മൾ വിളിക്കുന്നുണ്ടല്ലേ പള്ളിയിലും ധ്യാനത്തിലൊക്കെ പോയി കൂടിയിട്ട്, യേശുവേ, കർത്താവേ, കരുണീയണമേ, എൻ്റെ എൻ്റെ പാവത്തിൻ്റെ മേലൊക്കെ. പക്ഷേ യേശു കേൾക്കുന്നില്ല. യേശു നിൻ്റെ കൺമുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ നോക്കിയേ, യേശു അകന്ന് പോയി കഴിഞ്ഞു. പക്ഷെ അവൻ്റെ ഉള്ളിൽ നിന്നും വരാൻ തുടങ്ങി. ഒരു പക്ഷേ അവൻ തട്ടി വീണിട്ടുണ്ടാവും. എഴുന്നേറ്റ് അവിടെ നിന്ന് വീണ്ടും ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഉടനെ യേശു പെട്ടെന്ന് നിന്നു. ഇവൻ്റെ ഈ വിളിയും കരച്ചിലും കേട്ടപ്പോൾ യേശു പെട്ടെന്ന് നിന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കിയേ, നിന്നു. യേശു അവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ആന്തനെ വിളിച്ചു അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറം കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. പുറം കുപ്പായം ദൂരെ എറിഞ്ഞ്, അതെന്താണ്? അവനിൽ ഉണ്ടായിരുന്ന പാപമാണ്. പാപം, അവൻ ചെയ്തിരുന്ന പാപത്തിൻ്റെ ശിക്ഷയാണ് അവന് കണ്ണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അത് കുപ്പായം അവൻ പുറത്ത് വലിച്ചെറിഞ്ഞ് എല്ലാം വിട്ടുകളഞ്ഞിട്ട് യേശുവിനെ അനുഗമിച്ച് തപ്പിത്തടഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് വരെയാണ്. ഒരു പക്ഷെ വീണിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടി പൊക്കി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ യേശു എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് വന്നു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യേശുവിനെ കാണാം, ഇവന് കണ്ണ് കണ്ടുകൂടാന്ന്. പക്ഷെ യേശു ചോദിക്കണം. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? നമ്മുടെ ആവശ്യം നമ്മൾ യേശുവിനോട് പറയണം. കണ്ട് അറിഞ്ഞ് ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവമായ കർത്താവ്. ചിലത് ചെയ്യുന്നുണ്ടാവും, എന്നാൽ കൂടുതലും ഒരു പാപത്താൽ നമുക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ യേശു ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. വീണ്ടും കിട്ടണം, കാഴ്ച വീണ്ടും കിട്ടണം. അർത്ഥമുണ്ട് ആ വാക്കിൽ. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോൾ കാഴ്ച ഉണ്ടായിരുന്നു. അവൻ ചെയ്ത ചില പാപത്തിൻ്റെ ശിക്ഷയെ അവന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഉടനെ യേശു പറയണ്, കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. യേശു അവൻ്റെ കണ്ണിൽ കൈവച്ചില്ല, യേശു പ്രാർത്ഥിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. യേശു ഒരൊറ്റ വാക്ക പറഞ്ഞോളൂ, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം, നിന്റെ ആഗ്രഹം
നിറവേറട്ടെ. ഇതായിരിക്കും നമ്മുടെ എല്ലാ ജീവിതത്തിൽ വരുന്നത്. വിശ്വസിച്ചാൽ ദൈവകർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. അവന് കാഴ്ച കിട്ടി. ഹല്ലേലൂയ. അവനെ യേശു അനുഗമിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. കാഴ്ച കിട്ടി അവന്. അപ്പം തന്നെ ആ സെക്കൻഡിന് അവന് കാഴ്ച കിട്ടി. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. കർത്താവ് നമ്മൾ ചെയ്തു പോയ ചില രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ പാപം മൂലമാണ് എൻ്റെ ഈ രോഗം എനിക്ക് വന്നത്. ഈ പാപത്തിൽ നിന്നും എന്നെ വിടുവിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ അന്ധൻ കരഞ്ഞതുപോലെ നമ്മൾ കരഞ്ഞാൽ നമ്മൾ സുഖം പ്രാപിക്കും. യേശുവേ നന്ദി, യേശു ആരാധന.